നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സുഖം തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഓരോരുത്തരും എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതായത് ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും കമൻറ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കിച്ചണിലെ ഒരു സ്പെഷ്യൽ മീൻകറി തന്നെയാണ്. ഉള്ളിയും മത്തിയും. നമുക്ക് കിച്ചണിലേക്ക് പോകാനേ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മത്തിയും ചെറിയ ഉള്ളിയും കൂടി അടുക്കുന്ന രീതിയാണ്. അതിനുവേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ് മത്തി. 12 മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി തന്നെ വേണം. സവാള അത് വിട്ട് ശരിയാകത്തില്ല. ചെറിയ ഉള്ളി തന്നെ വേണം. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വാളം പുളി, നമ്മുടെ സ്വന്തം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വെള്ളം. പിന്നെ അതിന് ചേർക്കുന്നതിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്, ഇതിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചൂടാക്കി വെച്ചു, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചൂടാക്കി വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കല്ലുപ്പ് ആവശ്യത്തിന്. ഇത്രയും. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ തുടങ്ങാൻ പോയപ്പോൾ അവിടെ ആരോ വന്നിരിക്കുന്നു. ആരെന്ന് ഞാൻ നോക്കട്ടെ. വന്നത് എൻ്റെ ബ്രദറാണ്. എൻ്റെ നേരെ ഇളയ അനിയനാണ് കേട്ടോ. അവനിവിടെ അടുത്താണ് താമസിക്കുന്നത്. നിരിയടാ, ചായ ഇട്ട് തരാം. ഇനി അവന് ഞാനൊരു ചായ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി പണി തുടങ്ങാം കേട്ടോ. നമ്മുടെ വീഡിയോ തുടങ്ങാം. നിരി. അവന് ചായ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും ബിസ്ക്കറ്റ് എന്തിനാണെന്ന് നിനക്ക് ആവശ്യമുള്ള കഴിച്ചാൽ മതി. അവന് സുഖമല്ല കേട്ടോ. 2 മാസത്തിന് മുമ്പ് അവന് സ്ട്രോക്ക് വന്നതാണ്. ഇപ്പം സുഖമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആഹാരമൊന്നും അങ്ങനെ കഴിക്കാറില്ല. എപ്പോഴും ചായ മതി, ചായ കിട്ടിയാൽ മതി. ശരി, ഇനി നമുക്ക് തുടങ്ങാം. ആദ്യമായി കുറച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ അടുക്കിയാണ് വയ്ക്കാനുള്ളത്. ചെറിയ ഉള്ളി ആദ്യമായിട്ട് ചട്ടിയിൽ കഴുകി നീളത്തിലരിഞ്ഞ് അടുക്കി വെച്ചതാണ്. അതിലേക്ക് അതിൻ്റെ കൂടെ ഈ മത്തി അതിൻ്റെ പുറത്ത് അടുക്കി വെക്കണം. 2, 1, 4. ഞാൻ 12 മത്തിയാണ് എടുത്തത് കേട്ടോ. ഓരോ അടുക്കിലും 4 മത്തി. വീണ്ടും നമ്മൾ ചെറിയ ഉള്ളി അതിൻ്റെ പുറത്തുകൂടെ അടുക്കുന്നു. വീണ്ടും 4 മത്തി അതിൻ്റെ മീതെ വയ്ക്കുന്നു. വീണ്ടും ചെറിയ ഉള്ളി ഇടുന്നു, അതിൻ്റെ മീതെ വയ്ക്കുന്നു. വീണ്ടും 4 മത്തി. പണ്ട് കാലത്ത് അമ്മയെല്ലാം ഈ മത്തിയുടെ തൊലി കളഞ്ഞാണ് എടുക്കുന്നത്. ഞാൻ തൊലി കളഞ്ഞാൽ അതിൻ്റെ എല്ലാ ചതയും കുളിയും പോരും. വീണ്ടും അവസാനത്തെ 4 മത്തിയും അടുക്കി. അതിൻ്റെ മീതെ വീണ്ടും ഞാൻ ചെറിയ ഉള്ളി എടുക്കുന്നു. എന്നിട്ട് ഈ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഇതിനോടൊപ്പം ചേർക്കുന്നു. എന്നിട്ട് അതിലേക്ക് ഈ പൊടികളെല്ലാം തൂറ്റുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി,
നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ നിന്നേ ആരാണെന്ന് എനിക്കറിയില്ല, 2-3 സ്ത്രീകൾ ഒരു മരണ വീട്ടിൽ വെച്ചാണ് സംഭവം. ഒരു മരണ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്നു, കൂട്ടുകാരി. അപ്പോൾ ഉഷയെ അറിയാമോ എന്ന് ചോദിച്ചു. യൂട്യൂബ് നടത്തുന്ന ഉഷയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഉഷയ്ക്കെന്നും മീൻകറി വെക്കുന്നതേ കാണിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു, കുറ്റം പറഞ്ഞു വന്നു. കുഴപ്പമില്ലല്ലേ, എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലത്തെ വീഡിയോ ഞാൻ ഇടുന്നത്. ഇന്നൊരു സ്പെഷ്യൽ രീതിയിലുള്ള മത്തിയാണ് ഇടുന്നത്. എൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ടി കുറച്ച് കല്ലുപ്പും കൂടെ ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി അനക്കാതെ തന്നെ ഇതിനെ ഞാൻ ഗ്യാസ് കത്തിച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇതിനെ അനക്കാതെ തന്നെ അതേപോലെ അടുക്കിയ രീതിയിൽ വെച്ച് ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് തിളച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. മത്തിയും ഉള്ളിയും അടുക്കിയത് തിളച്ച് കഴിഞ്ഞു. തിള വന്നപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാം. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഹായ്, നല്ല മണം വരുന്നുണ്ട്. അസാധ്യ മണം, ഒരു രക്ഷയും ഇല്ല. എന്തായാലും തിളച്ച് കുറുകട്ടെ. മീൻ റെഡിയായി. അതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് നമുക്ക് ഇതിനെ ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി ഉപയോഗിക്കാം. എന്തോരു മണം! പിന്നെ അങ്ങനെ ഉള്ളിയും മത്തിയും അടുക്കിയ എൻ്റെ മത്തിക്കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, എൻ്റെ 2-3 നമ്മുടെ നാട്ടിലുള്ള 2-3 പേർ അവർ പറയുന്നത് എന്നും മീൻകറിയാണെന്നും ഞാൻ ആരെയൊക്കെയോ മീൻകാരെയോ വെട്ടുകാരെയോ പണിക്കാരെ ആരെയൊക്കെയോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്നും ഒക്കെ അവിടെ കുറ്റം പറഞ്ഞു. അവരാരും കാണുന്നില്ലെന്ന്. കണ്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. കാണാത്തവർ കാണണ്ട, നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളെല്ലാവരും കാണുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. പല പ്രസിദ്ധരായ യൂട്യൂബേഴ്സും പറഞ്ഞു, അച്ചമ്മ ഈ വയസ്സുകാലത്ത് ഇതെങ്കിലും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.